വാർത്തകൾ വിശദമായി. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി വിദേശ രാജ്യങ്ങളുടെ സഹായം അനുവദിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ചു. വിദേശത്തെ സന്നദ്ധ സംഘടനകൾക്ക് സാങ്കേതിക സഹായം നൽകാം. സാലറി ചലഞ്ചിൽ ആരെയും നിർബന്ധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചത്? അശ്വതി, വൈകുന്നേരം 5:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വസതിയിലെത്തി മുഖ്യമന്ത്രി കണ്ടത്. പ്രധാനമായും 5 ആവശ്യങ്ങളാണ് കേരളം ഉയർത്തിയത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർത്തിയത് വായ്പാ പരിധി ഉയർത്തുക എന്നത് തന്നെയാണ്. നിലവിൽ 3% കേരളത്തിന്റെ വായ്പാ പരിധി. അത് 4.5% എങ്കിലും ഇപ്രാവശ്യത്തെ സാമ്പത്തിക വർഷം ഉയർത്തണം. അത് അടുത്ത വർഷം 3.5 നിജപ്പെടുത്തുകയും ചെയ്യണം. ഇതുവഴി ഒരു 16,000 കോടി രൂപ സംഭരിക്കാൻ കഴിയും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുക എന്നതാണ്. ഇതിനായി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ സംസ്ഥാന വിഹിതത്തിൽ 10% വർധന ഉണ്ടാകണം. ഇങ്ങനെ ഒരു 1,000 കോടി രൂപയുടെ മെച്ചമെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മറ്റൊന്ന്, റോഡ് നിർമ്മാണത്തിനാണ്. ഇത് അടിസ്ഥാന ആവശ്യം കൂടിയാണ്. 3,000 കോടി രൂപയെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്രം അനുവദിക്കണം. കൂടാതെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അധ്യക്ഷനായ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4,799 കോടി രൂപ അനുവദിക്കണം എന്നും കേരളം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞത്, ലോകബാങ്ക്, IDB അടക്കമുള്ളവ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 25,000 കോടി രൂപയെങ്കിലും നാശനഷ്ടം കേരളത്തിലുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹായം ഇക്കാര്യത്തിൽ നന്നായി ലഭിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ കേരളത്തിന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒരു സഹായമാവുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം പറഞ്ഞത് ഈ വിദേശ സഹായം സ്വീകരിക്കുന്നത് സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് കേരളത്തിന്റെ പ്രതീക്ഷയൊന്നും വിട്ടിട്ടില്ല. പക്ഷെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത്, നിലവിലെ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ സഹായം സ്വീകരിക്കാനാകില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷ നമ്മൾ വയ്ക്കുന്നുണ്ട്. പക്ഷേ വിദേശത്തെ സന്നദ്ധ സംഘടനകൾക്ക് സഹായിക്കാം. കൂടാതെ വിദേശ രാഷ്ട്രങ്ങളിലെ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കേരളത്തെ സഹായിക്കാം. അക്കാര്യത്തിലൊന്നും ഒരു പ്രശ്നമുണ്ടാവില്ല. പക്ഷെ വിദേശ രാഷ്ട്രങ്ങളുടെ സഹായം സ്വീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സാലറി ചലഞ്ചിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്, നമുക്കങ്ങനെ ഒരു സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആരെയും നിർബന്ധിക്കാനാകില്ല. പക്ഷേ പിന്നീട് അവരുടെ മക്കൾ, ഇത് നൽകാത്ത അവരുടെ മക്കൾ പിന്നീട് അവരോട് ചോദിക്കരുത്, ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യം ഉന്നയിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അശ്വതി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഇടപാടുകാരെ വലച്ച് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഒരാഴ്ചയിലധികമായി ഇൻഷുറൻസ് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടക്കുന്നില്ല. ഇൻഷുറൻസ് പുതുക്കാൻ എത്തുന്നവരെ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു. ഓഫീസിലെത്തുന്നവരോട് മറ്റ് കമ്പനികളെ ആശ്രയിക്കാൻ നിർദ്ദേശം നൽകുന്നു. ഇടപാടുകൾ നടത്താത്തത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാനെന്ന് സംശയം. ഒരാഴ്ച കൊണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് ഇടപാടുകാരെ. നാഷണൽ ഇൻഷുറൻസിന് ഒരാഴ്ച കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നായ നാഷണൽ ഇൻഷുറൻസിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇടപാടുകൾ ഒന്നും തന്നെ നടക്കാത്തത്. ഈ നാഷണൽ ഇൻഷുറൻസ് കമ്പനികളിലേക്ക് വാഹന ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളവ പുതുക്കാനും പുതിയ പോളിസികൾ എടുക്കാനുമായി എത്തുന്നവരോട് സോഫ്റ്റ്വെയർ തകരാറാണ് എന്നുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അങ്ങനെ ഇടപാടുകാരെ മടക്കി അയക്കുകയും ചെയ്യുന്നു. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ മോഹന വാഗ്ദാനങ്ങളിൽ ഒന്നും തന്നെ വീഴാതെ പൊതുമേഖലാ സ്ഥാപനം അന്വേഷിച്ച് ചെന്നെത്തുന്നവരോടാണ് ഇത്തരത്തിലുള്ള മറുപടി ഈ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ, വാഹന ഇൻഷുറൻസിന്റെ ഉൾപ്പെടെ കാലാവധി തീരാനുള്ളവർ മറ്റ് സ്ഥാപനങ്ങളെ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സോഫ്റ്റ്വെയർ തകരാറുണ്ട് എന്നാണ് ഇൻഷുറൻസ് കമ്പനി അധികൃതർ നൽകുന്ന വിവരം. രാജ്യത്തെ 2000-ഓളം നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ചുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കണം, കമ്പനികളെ ആശ്രയിക്കണം എന്ന് ബ്രാഞ്ചുകളിൽ എത്തുന്ന ഇടപാടുകാരോട് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നു. നാഷണൽ ഇൻഷുറൻസിന്റെ കോഴിക്കോട് ഓഫീസിൽ ഫോൺ വിളിച്ച് ഈ വിവരം അന്വേഷിച്ചപ്പോൾ അവർ നൽകുന്ന മറുപടിയും രാജ്യത്തൊട്ടാകെ നാഷണൽ ഇൻഷുറൻസ് തകരാറിലാണ്, മറ്റ് കമ്പനികളെ ആശ്രയിക്കണം എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. നമസ്കാരം, നാഷണൽ ഇൻഷുറൻസ് അല്ലേ സാറേ? ഇൻഷുറൻസ് പുതുക്കുന്നതിന് എന്തെങ്കിലും വൈകുന്നുണ്ടോ, അല്ലെങ്കിൽ തകരാറുണ്ടോ? സോഫ്റ്റ്വെയർ ഞങ്ങളുടെ സിസ്റ്റം കംപ്ലൈന്റ് ആണ്. ആണോ?
അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല? പറ്റാൻ വിഷമാണ്. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ തീരാനാവുമ്പോ എന്ത് ചെയ്യും സാറേ? കഴിയുമ്പം വേറെ എവിടെയെങ്കിലും പുതുക്കാൻ പറ്റുമെങ്കിൽ പുതുക്കാം. മറ്റു കമ്പനികളിലോ? ആണോ? എത്ര ദിവസം കൊണ്ട് ശരിയാവുന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, സെർവർ പോയതാ. ഒരാഴ്ചയായി തോന്നുന്നല്ലേ? എക്സോലുള്ള അപ്പൊ നാഷണൽ ഇൻഷുറൻസിന്റെ ഒരു സ്ഥലത്ത് പോലും മാറ്റില്ല? ഒരു സ്ഥലത്തും പറ്റണില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും പറ്റില്ല അല്ലേ? കേരള അല്ല, ഇന്ത്യ പറ്റണില്ല. മൊത്തത്തിൽ ഇതായിട്ടുള്ളൂ അല്ലേ? അപ്പൊ മറ്റു കമ്പനി പോണല്ലേ സാറേ? ഓക്കെ. നിരവധി ഇടപാടുകാർ ഇൻഷുറൻസ് പുതുക്കാനും പുതിയ ഇൻഷുറൻസിൽ ചേരാനുമായി എത്തുന്നവർ ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിൽ കടുത്ത അമർഷവും രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ 19 ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് സിസ്റ്റം ഡൗൺ ആണ്, 2 ദിവസം കഴിഞ്ഞിട്ട് പോരുന്നതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അത് വരാൻ പറ്റില്ല. പിന്നെ ശനി ഞായർ അവധി, പിന്നെ ഇന്നാണ് വരാൻ പറ്റിയത്. അന്ന് ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ പൈസ ഫുള്ള് ഡോക്യുമെൻ്റ് ഒക്കെ ഇവിടെ വെച്ചോളി, നിങ്ങൾ അടിച്ചിട്ട് എന്നെ കോൾ ചെയ്താൽ മതി, അതൊന്നും പറ്റില്ല, അതൊന്നും ഇതാക്കില്ല. വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് രംഗത്ത് കിടമത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. സ്വാഭാവികമായും ഇത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്കാണ് ഗുണം ചെയ്യുന്നത്. ഒരാഴ്ച ഇടപാടുകൾ നടക്കാതെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ഇടപാടുകാരെയുമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപ്പെടുത്തുന്നത്. അത് സ്വകാര്യ കമ്പനികൾക്ക് ഗുണം ചെയ്യുന്നു. വലിയ ആക്ഷേപത്തിനാണ് ഈ വിഷയം ഇപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ സമീപനം ഇടയാക്കിയിട്ടുള്ളത്. കത്തോലിക്ക സഭയിൽ പരിവർത്തനം ആവശ്യമെന്ന് മാർപ്പാപ്പ. ഭാവി തലമുറയെ കൂടെ നിർത്തണമെങ്കിൽ നിലപാടുകൾ മാറണം. പരാതികളോട് സുതാര്യമായും സത്യസന്ധമായും പ്രതികരിക്കണമെന്നും മാർപ്പാപ്പ. വിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. വിഷ്ണു, ആഗോളതലത്തിൽ തന്നെ കത്തോലിക്ക സഭ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയാണ് നാം കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നത്. വൈദികരുൾപ്പെട്ട ലൈംഗിക വിഷയങ്ങളിലുള്ള പരാതികൾ കൂടി വരുന്നൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ മാർപ്പാപ്പ ബിഷപ്പുമാരുടെ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മാർപ്പാപ്പ തന്നെ രംഗത്തിറങ്ങി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നൽകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ എസ്റ്റോണിയ സന്ദർശനത്തിനിടയിൽ വിശ്വാസി സമൂഹത്തോട് സംസാരിക്കുമ്പോഴാണ് കാലാനുസൃതമായ ഒരു മാറ്റം സഭയ്ക്ക് അനിവാര്യമാണ്, ഒരു പരിവർത്തനം ഇപ്പോൾ സഭയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്നൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മാർപ്പാപ്പ ഇങ്ങനെയൊരു ആഹ്വാനം നടത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സഭയ്ക്കകത്ത് തന്നെ ലൈംഗിക ആരോപണങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു. അതായത് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ മാസം സമർപ്പിച്ചിരുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് 1946 മുതൽ 2014 വരെ 3677 ലൈംഗിക ആരോപണ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു ഭൂരിഭാഗം, അതായത് 3 ഭാഗത്തോളം കുട്ടികൾ, അതായത് ആൺകുട്ടികളാണ് ഈ ഒരു വൈദികരുടെ ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് ഇവർ സമർപ്പിച്ചിരുന്നു. ഈ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ ഇന്ന് ചൂണ്ടിക്കാട്ടിയ മറ്റ് ചില വിഷയങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ആരോപണങ്ങൾ, ഈ ലൈംഗിക ആരോപണങ്ങൾ, ഇതുകൂടാതെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു എന്ന ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ സഭയുടെ ഒരു ജനപിന്തുണ കുറയ്ക്കുന്നു. ജനങ്ങൾക്ക് സഭയിലുള്ള ഒരു വിശ്വാസം കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു പോക്ക്, ഇനി മുൻകാലങ്ങളിലേക്കുള്ള ഒരു സഭയുടെ ഒരു നിലനിൽപ്പിനെല്ലാം തന്നെ യുവജനങ്ങളുടെ അടക്കം പിന്തുണ സഭയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ യുവജനങ്ങളുടെ അടക്കം വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് സഭ ഒരു കാലാനുസൃതമായ ഒരു മാറ്റത്തിലേക്ക്, ഒരു പരിവർത്തനത്തിലേക്ക് നടത്തണം എന്നൊരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാർപ്പാപ്പ ഇന്ന് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് സഭയ്ക്കകത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു ലൈംഗിക ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും സഭ സ്വീകരിച്ചു വരുന്നത്. ഈ ഒരു നിലപാടും ഈ സഭയുടെ ഒരു വിശ്വാസ്യത തകർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് മാറണം. ഈ ഒരു ആരോപണ വിധേയരാകുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് മാറ്റിക്കൊണ്ട് ഈ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ, സഭയ്ക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ എല്ലാം തന്നെ സുതാര്യമായും ഒരു സത്യസന്ധവുമായ നിലപാടുകൾ സ്വീകരിക്കാൻ സഭാ അധ്യക്ഷന്മാരെല്ലാം തന്നെ തയ്യാറാകണം എന്നൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ മാർപ്പാപ്പ നടത്തിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ സഭയ്ക്ക് നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്നും യുവജനങ്ങളുടെയും മറ്റുള്ളവരുടെ ഒരു പിന്തുണ നേടി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ സഭ ഒരു നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രത്യാശ കൂടിയാണ് ഇപ്പോൾ മാർപ്പാപ്പ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അശ്വതി. വിഷ്ണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കാര്യവട്ടത്തെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരത്തെ ചൊല്ലി തർക്കം. പരസ്യ വരുമാനത്തെ ചൊല്ലിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടത്തിപ്പുകാരും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്.
വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് നൽകും. എന്നിവിടങ്ങളിൽ നിന്നടക്കം ഈ വർഷം നവംബർ 1 തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുന്നത്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് ഒരു അന്താരാഷ്ട്ര മത്സരം എത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് പരസ്യവരുമാനത്തെ ചൊല്ലി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പുകാരായ സ്പോർട്സ് ഹബും അതുപോലെ തന്നെ KCIയും തമ്മിലുള്ള തർക്കം മുറുകുന്നത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാലും KCIക്ക് ലഭിക്കേണ്ട പരസ്യവരുമാനങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ സ്പോർട്സ് ഹബിന് നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് KCI ഭാരവാഹികൾ എടുത്തിട്ടുള്ളത്. ജനറൽ ബോഡിയും തീരുമാനമെടുത്തത് തുടർ ചർച്ചകൾ നടത്തുക, അവര് ആ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മത്സരം ഇവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന ഓഫീസ് ബെയറേഴ്സിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് പുറത്ത് ലഭിക്കുന്ന പരസ്യങ്ങളും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിന്റെ ഇരിപ്പിടങ്ങൾ, കോർപ്പറേറ്റ് ബോക്സുകൾ തുടങ്ങിയ എല്ലാത്തിലും ഇത്തരത്തിലുള്ള വരുമാനങ്ങളെല്ലാം തന്നെ KCIക്ക് അവകാശപ്പെട്ടതാണ്. BCCI ഇത് സംബന്ധിച്ച് KCI ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നും KCI വക്താക്കൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നടത്തിപ്പുകാരായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പുകാരായ സ്പോർട്സ് ഹബിന് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള യാതൊരു അവകാശവുമില്ലെന്ന് KCI ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ ഒരു മത്സരം പ്രഖ്യാപിച്ച ആദ്യഘട്ടം മുതൽ തന്നെ വലിയ വിവാദങ്ങളാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അന്താരാഷ്ട്ര മത്സരത്തെ പറ്റി ഉടലെടുത്തിരുന്നത്. ആദ്യം കൊച്ചി ഔദ്യോഗിക വേദിയാക്കണമെന്നും ഇതിനായി ഫുട്ബോളിനായി നിർമ്മിച്ചിട്ടുള്ള ടർഫ് പൊളിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി ഇനി മത്സരം ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ഏകദേശം 4.5 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഈ ഒരു മത്സരം ഉപേക്ഷിക്കുന്നതിലൂടെ KCIക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അഭിമന്യു വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 16 പേർക്കെതിരെയുള്ള ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം JFCM 2ാം കോടതിയിൽ സമർപ്പിച്ചത്. മരട് സ്വദേശി സഹലാണ് അഭിമന്യുവിനെ കുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊച്ചിയിൽ നിന്നും ഉമേഷിന്റെ റിപ്പോർട്ട് കാണാം. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത SDPI ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 1500 പേജുകളുള്ള ഈ കുറ്റപത്രത്തിൽ മരട് സ്വദേശി സഹലാണ് അഭിമന്യുവിനെ കുത്തിയത് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അഭിമന്യുവിനൊപ്പമുണ്ടായിരുന്ന അർജുനെ കുത്തിയത് മുഹമ്മദ് ഷഹീം ആണ് എന്നും വിനീതിനെ കുത്തിയത് പള്ളുരുത്തി സ്വദേശി സനീഷ് ആണ് എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മഹാരാജാസ് കോളേജിലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ യൂണിറ്റ് സെക്രട്ടറിയായ JI മുഹമ്മദാണ് ഈ കുറ്റപത്രത്തിലെ 1ാം പ്രതി. ക്യാമ്പസ് ഫ്രണ്ട് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആരിഫ് ബിൻ സലീമാണ് 2ാം പ്രതി. ഇതുകൂടാതെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫ ഉൾപ്പെടെ 16 പേർക്കെതിരെ കൊലപാതകം, കൊലപാതക ശ്രമം, സംഘം ചേരൽ, ഗൂഢാലോചന, ആയുധങ്ങൾ, മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ 16 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എങ്കിലും അടുത്ത ഘട്ടത്തിൽ അനുബന്ധ കുറ്റപത്രം അധികം വൈകാതെ തന്നെ സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാർ, കൺട്രോൾ റൂം ACP സുരേഷ് കുമാർ ഇന്ന് അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ ജൂലൈ 2 അർദ്ധരാത്രിയാണ് അഭിമന്യുവിനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത്. അന്ന് തന്നെ, ഈ കൊലപാതകം നടന്ന അന്ന് തന്നെ 3 പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. തുടർന്ന് ഉള്ള ശാസ്ത്രീയവും തന്ത്രപരവുമായ അന്വേഷണത്തിനൊടുവിൽ 19 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആകെ 26 പ്രതികളാണ് കേസിലുള്ളത്. അവശേഷിക്കുന്ന പ്രതികളെ കണ്ടെത്താനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യം നടന്ന് 85ാമത്തെ ദിവസമാണ് അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇടവേള. ക്രിമിനൽ കേസുകളിൽ കുറ്റം ചുമത്തപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയാൻ നിയമം കൊണ്ടുവരേണ്ടത് പാർലമെന്റാണെന്നും സുപ്രീംകോടതി. അതേസമയം ജനപ്രതിനിധികൾക്ക് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിധിച്ചു. ആധാറിന്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച് സുപ്രീംകോടതി നാളെ വിധി പറയും. ശരത്തിന്റെ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് ക്രിമിനൽ വൽക്കരണം ഏറെ വർദ്ധിച്ചു വരുന്നു എന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ടവരെ വിലക്കാനാകില്ല എന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച നിയമം കൊണ്ടുവരേണ്ടത് പാർലമെന്റ് ആണ് എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി, വിധി പ്രസ്താവന നടത്തുകയുണ്ടായി. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ ഈ ക്രിമിനൽ കേസുകളിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ
മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിലൊന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് പൂരിപ്പിച്ചു നൽകുന്ന ഫോമിൽ കൃത്യമായി ക്രിമിനൽ കേസുകളുടെ എണ്ണവും അതിൻ്റെ ആ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും രേഖപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികൾ കൃത്യമായ കേസുകളുടെ കണക്കുകളും ഏതൊക്കെ കേസുകളിലാണ് ഉൾപ്പെട്ടത് എന്നത് സംബന്ധിച്ചും വിവരങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും 3 തവണയെങ്കിലും ചുരുങ്ങിയത് പ്രസിദ്ധീകരിക്കണമെന്നും അതുപോലെ തന്നെ പാർട്ടി വെബ്സൈറ്റുകളിൽ ഇവ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ വിധി കൂടി ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും ഒരിടവേള കൂടി. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രശസ്ത വയലിൻ വാദകൻ ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും ശസ്ത്രക്രിയ നടത്തി. 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഇരുവരും. അപകടത്തിൽ മരിച്ച മകൾ തേജസ്വി ബാലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കും. ദിനകറിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രശസ്ത വയലിൻ വാദകൻ ബാലഭാസ്കറിന്റെയും ഭാര്യ ലക്ഷ്മിയുടെയും ശസ്ത്രക്രിയ പൂർത്തിയായി. ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ശസ്ത്രക്രിയ അല്പം മുൻപാണ് പൂർത്തിയായത്. 48 മണിക്കൂർ സമയത്തേക്കാണ് ഡോക്ടർമാർ ഇരുവരെയും നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നത്. അതിനുശേഷമേ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരുടെ ശസ്ത്രക്രിയ നടന്നത്. ഇന്ന് പുലർച്ചെ 4:30 അപകടം നടന്നത്. തിരുവനന്തപുരം പള്ളിപ്പുറത്തിന് സമീപം താമരക്കുളത്തായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മരത്തിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഇവരുടെ മകൾ തേജസ്വി ബാല മരിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയുടെ മരണം സംഭവിക്കുകയും ചെയ്തു. വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു നടന്നത്. തേജസ്വിയുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേരളം ശ്രവിച്ചത്. വളരെ പ്രശസ്തനായ ഒരു വ്യക്തി, വയലിനിൽ മാന്ത്രികത തീർത്ത ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ. അദ്ദേഹത്തിന് വേണ്ടി കേരളമെമ്പാടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആയിരക്കണക്കിന് ആരാധകർ ഉള്ള ബാലഭാസ്കറിനാണ് ഈ അപകടം സംഭവിച്ചത്. ഇപ്പോഴും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി മടങ്ങുകയായിരുന്നു. ഇവർ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവറും ചികിത്സയിൽ കഴിയുകയാണ്. 12 വർഷം കൂടിയാണ് ഇവരുടെ കുട്ടി ജനിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടിക്ക് 2 വയസ്സായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ക്ഷേത്രത്തിൽ തൊഴിയിക്കുന്നതിന് വേണ്ടി അവരുടെ പോയി തിരികെ മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. തലസ്ഥാനത്ത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഭർത്താവ് മാരിയപ്പനെ പോലീസ് പിടികൂടി. സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. തമിഴ്നാട്ടിൽ നിന്നാണ് മാരിയപ്പനെ പോലീസ് പിടികൂടിയത്. ജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട മാരിയപ്പനെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 മാരിയപ്പൻ തൻ്റെ ഭാര്യയായ കന്യമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പതിവായി അമ്പലത്തിൽ പോകുന്ന ഭാര്യയ്ക്ക് തന്നോടുണ്ടായിരുന്ന അടുപ്പക്കുറവാണ് മാരിയപ്പൻ കൊലപാതകത്തിലേക്ക് നയിക്കാനിടയാക്കിയ സാഹചര്യമെന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ വിശദീകരിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതിനിടെ മാരിയപ്പൻ തൻ്റെ മൊബൈൽ ഫോൺ കരകുളത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. അല്പസമയങ്ങൾക്കകം മാരിയപ്പനെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.